എവിടെ ചെന്നാലും രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയെ കുറ്റം പറയാനേ സമയമുള്ളൂ, അതിനെ അറിയുള്ളൂ. ഇപ്പോഴിതാ അതിർത്തിയിൽ, ഈ കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നുപോയ ആൾക്കാരെ സന്ദർശിക്കാൻ പോയി. അവിടെ ചെന്നും കുറ്റം നരേന്ദ്രമോദിയെയാണ് പറഞ്ഞത്. എന്താണ് ഈ രാഹുൽ ഇങ്ങനെ കുറ്റം പറയുന്നത്? കാരണം നമുക്കറിയാം, ആ ഷെല്ലാക്രമണം നടന്ന പ്രദേശം പൂഞ്ച് മേഖലയാണ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 25-ലേറെ കുട്ടികൾ ഉൾപ്പെടെ 2 കുട്ടികൾ ഉൾപ്പെടെ ദാരുണമായി മരണപ്പെടുന്നത് കണ്ടു. ഈ സൈനികരും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ ആ പ്രദേശത്തെത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദയനീയമായ പല ദൃശ്യങ്ങളും നാം കണ്ടിരുന്നു. അതിൽ കുട്ടികൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം അവിടെ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദുരന്ത മേഖലയിൽ നിൽക്കുന്ന ഒരു ജനതയാണ് അവർ. അവരുടെ ബന്ധുക്കളും ഉറ്റവരുമെല്ലാം നഷ്ടപ്പെട്ട ആ ജനങ്ങൾക്കിടയിലേക്കാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുകയും അദ്ദേഹം അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയോട് തന്നെ സ്നേഹം തോന്നും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികരോടും ഇന്ത്യയോട് കൂറുണ്ടാകും. അങ്ങനെയാണല്ലോ നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നേതാക്കൾ അവിടെ ഓടിയെത്തുന്നത് എന്തിനാണ്? MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയെല്ലാം അവിടെ ഓടിയെത്തുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പമാണ്, അവിടുത്തെ സാധാരണക്കാരോടൊപ്പമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരാണ്, നിങ്ങൾക്ക് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നൊരു സംരക്ഷണം നൽകാനാണല്ലോ അവിടെ ഓടിയെത്തുന്നത്. ഇദ്ദേഹവും അവിടെ ഓടിയെത്തിയിട്ട് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. കാരണം ഇടക്കാലത്തെല്ലാം നരേന്ദ്രമോദിയിലെ പല പ്രസംഗങ്ങളുണ്ടല്ലോ, അതിനെ നരേന്ദ്രമോദി അവരെ പിന്തുണച്ചില്ല, അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതിനിടയിൽ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ തകർന്നുപോയ പള്ളി ഉൾപ്പെടെയുള്ള, പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നുപോയ പള്ളി ഉൾപ്പെടെയുള്ള പുനർനിർമ്മിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സൈനികരാണ്. അങ്ങനെ രാജ്യത്തിന്റെ സൈനികർ ഉൾപ്പെടെ കൂടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും അതിൽ രാഷ്ട്രീയം കാണുന്ന ഒരു ചുരുങ്ങിയ ഒരു മനുഷ്യനായി രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട്. അത് തുടർച്ചയായി തന്നെ ഇടുങ്ങിയ ചിന്താഗതിയാണ് അത്. പക്ഷെ അത് രാജ്യദ്രോഹത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങളെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാകിസ്ഥാൻ പോലുള്ള, തുർക്കി പോലുള്ള രാജ്യങ്ങൾ, ചൈന പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലും വിദേശ രാജ്യങ്ങളുടെ പല വേദികളിലും ഇത്തരം ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ ആക്രമണത്തിന് പിന്നാലെ, പല ആക്രമണത്തിന് പിന്നാലെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ ഈ മഹാന്റെതാണ്. ഈ മഹാന്റെ വാക്കുകളാണ് പാകിസ്ഥാനും പുണ്യവാക്കുകളായി എടുക്കുന്നത്, തുർക്കി ആയാലും ചൈന ആയാലും എടുക്കുന്നത്. പക്ഷെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ തുറന്നുവിടും? നമ്മൾ ഫാസിസമായി ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമ്പോഴോ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴോ ചിലപ്പോൾ ഫാസിസമാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇപ്പോൾ ജാതീയതയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ജാതീയത ഇവരുടെ ഭരണകാലത്ത് ആർക്കാണ് ദളിതൻ എന്തെങ്കിലും ഗുണമുണ്ടോ? അതോ ആദിവാസികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ അവരെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് പോലും എത്തിച്ചിട്ടില്ല. കാരണം 10-60-75 കൊല്ലമായി ഇരിക്കുമ്പോൾ ആദ്യമായി ഒരു ദളിതനും അതോടൊപ്പം തന്നെ ഒരു ട്രൈബലിൽ നിന്നൊരു പ്രസിഡന്റ് വരുന്നത് ആരാണ്? അത് ദ്രൗപദി മുർമുവാണ്. അത് BJP സർക്കാരിന്റെ കാലത്താണ്. കാരണം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇദ്ദേഹത്തിന്റെ കുറെ കുടുംബപരമായിട്ടുണ്ടല്ലോ, അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും അടക്കമുള്ളവർ ഈ രാജ്യത്തെ ഇങ്ങനെ ഭരിച്ചിരിക്കുകയല്ലേ. ആ കാലത്തൊന്നും ചെയ്യാതിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇവരുടെ പാർട്ടിക്ക് തന്നെ അധികാരം ലഭിക്കുന്ന ഈ കർണാടകയിലെ നിലവിലെ അവസ്ഥ എന്താണ്? അവിടെ ദളിതനും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പീഡനത്തിന് ഇരയാകുകയാണ്. ഏറ്റവും അവസാനം വിവാദമായി വന്ന തെലങ്കാനയുമായി ബന്ധപ്പെട്ടാണ്. തെലങ്കാനയിൽ ഈ ലോകസുന്ദരികൾ മത്സരത്തിന് വന്നപ്പോൾ അവരുടെ കാല് കഴുകുന്നത് അവിടുത്തെ ദളിത് സ്ത്രീകളാണ്. ആ രീതിയിലേക്കാണ്. സ്വന്തം സംസ്ഥാനം ഭരിക്കുമ്പോൾ അവിടെയാണല്ലോ മാറ്റം കൊണ്ടുവരും. ഇപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇന്ത്യയുടെ നേതാവാകുന്നത് എങ്ങനെയാണ്? 2002 മുതൽ അദ്ദേഹം അവിടെ ഭരിക്കുകയാണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തനിക്ക് വികസന പ്രവർത്തനങ്ങളുമായി തൻ്റെ ഐഡിയ എന്താണ്? ആ രീതിയിലുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം ഗുജറാത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. വ്യാവസായികപരമായ വലിയ വിപ്ലവം ഉണ്ടാക്കുകയാണ്. 2022 ഭൂകമ്പത്തിൽ തകർന്ന ഗുജറാത്തിനെ വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ മത്സരിക്കാൻ തന്നെ വരുന്നത്. ഇന്ത്യക്ക് മുന്നിൽ അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഗുജറാത്ത് മോഡൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഒരു മോഡൽ മുന്നോട്ട് വയ്ക്കാമല്ലോ, കർണാടക മോഡൽ, തെലങ്കാന മോഡൽ. അങ്ങനെ ഒരു മോഡൽ നിർമ്മിക്കാതെയാണ് മോദി അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണോ ഇദ്ദേഹം കഴിവ് തെളിയിക്കേണ്ടത്? അതിന് ഇദ്ദേഹത്തിന് കഴിയില്ല. ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യദ്രോഹ പരാമർശങ്ങൾ നടത്തുക,
അത് BJPയെ മോദിയെ വിമർശിക്കട്ടെ, പക്ഷേ രാജ്യത്തിനെതിരെ സൈനികർക്കെതിരെയാണ് ഇദ്ദേഹം നിരന്തരം പ്രസ്താവന നടത്തുന്നത്. ഇടക്കാലത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമല്ലോ, ആ സമയത്ത് അസീം മുനീറിന്റെ ചോദ്യങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ പോയി പറയുകയാണ്. അവിടെ ഒരു നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു കുത്തിത്തിരിപ്പിനുള്ള ശ്രമമാണ് ഇദ്ദേഹം അവിടെ പോയി നടത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു കുത്തിത്തിരിപ്പ്. നിങ്ങളെ നമ്മുടെ രാജ്യം പരിഗണിക്കുന്നില്ല, പ്രധാനമന്ത്രി നിങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? തോക്കെടുത്താണോ? അത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ ഒരു ജനങ്ങളെ കുത്തിത്തിരിപ്പിലേക്ക് പ്രധാനമന്ത്രി 140 കോടി ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് പറയുന്നത്. അതിനകത്ത് ഇവർ പെടില്ല എന്നാണോ രാഹുൽ ഗാന്ധി? അതെ, പൂഞ്ചിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രത്യേകം പറയുകയാണ്. അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകലമാന ഇന്ത്യൻ പൗരന്മാരെയും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. അവരോടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ പൂഞ്ചിലെ ജനങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ പൗരന്മാരല്ലെന്നാണോ രാഹുൽ ഗാന്ധി പറയുന്നത്? അല്ല, അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായി തന്നെ പറയുകയാണ് അദ്ദേഹം. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പൂഞ്ചിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഒരു പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ച് എടുത്തു പറയണം. കാരണം ആ രീതി മുഴുവൻ ഇന്ത്യയും പ്രതിനിധാനം ചെയ്തല്ലേ സംസാരിച്ചത്? അല്ല, അദ്ദേഹം അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞ്. നാം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ കണ്ടല്ലോ, ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ഈ പാർട്ടി എങ്ങനെയാണ് മുന്നേറ്റം ഉണ്ടാക്കിയത്. ഏറ്റവും അവസാനം ഇദ്ദേഹം പറയുന്നത് ഫാഷൻ ഷോ നടത്തുമ്പോൾ, ഈ സൗന്ദര്യ മത്സരം നടത്തുമ്പോൾ അതിൽ ദളിതരില്ലെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് തന്നെ സുന്ദരിമാരോട് തന്നെ ജാതി ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിൽ ഉത്തർപ്രദേശിൽ ഇദ്ദേഹത്തിന്റെ തന്ത്രം ഏതായിരുന്നു? പരസ്യമായി തന്നെ ജാതിയുമായി ബന്ധപ്പെട്ട്. കാരണം പണ്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തന്ത്രമാണോ ഇദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കുന്നത്? റൂൾ പോളിസിയാണത്. കാരണം ഇനി ഇദ്ദേഹം ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഈ അധികാരമോഹവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടിലുണ്ടാകുന്നത്. 2009 മുതൽ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്ന്. അതിനുള്ള പല മത്സരങ്ങൾ അദ്ദേഹം 2014 കിണഞ്ഞ് പരിശ്രമിച്ചു, 2019 പരിശ്രമിച്ചു, 2024 പോയപ്പോൾ ഇന്ത്യ മുഴുവൻ അല്ലേ, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു. ആ ഊർജം പോയത് മാത്രം നഷ്ടമായിട്ടുണ്ട്. കാരണം ഈ മൻമോഹൻ സിംഗിന്റെ സീറ്റ് പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനി എന്തായാലും ഇന്ത്യ മുടിപ്പിക്കുക എന്നതാണോ ലക്ഷ്യമെന്ന് അറിയില്ല. പക്ഷേ ഈ അവസാനത്തെ ചാൻസായി ഇദ്ദേഹത്തിന്റെ അവസാന ബസ്സായി നിൽക്കുന്ന 2029 ബസ്സാണ്. ആ ബസ് നഷ്ടമാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു സ്ഥാനവും ഇല്ലാതെ പോകും. പിന്നീട് ഇദ്ദേഹം അവസാന ഘട്ടത്തിൽ വന്നതുപോലെ ഉത്തർപ്രദേശിൽ നിരന്തരം പരാജയപ്പെടുമ്പോൾ വയനാട്ടിൽ വന്ന് രക്ഷപ്പെട്ടതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിലപ്പോൾ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമേ ഇനി കാണാൻ ഇദ്ദേഹത്തിനുള്ളൂ. കാരണം ഇപ്പോൾ 2009, 14, 19, 24 ഇത്രയും ചാൻസ് പാർട്ടി പ്രവർത്തകർ തന്നെ, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ നൽകി. 2029 കൂടി ഒരു അവസരം കൂടെ നൽകും. അതിന് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ തയ്യാറായി നിൽക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അതിനുള്ള ഒരു തുടക്കമായി തന്നെയാണ് വയനാട്ടിൽ മത്സരിച്ച് ജയിച്ചു. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിക്ക് രാജീവിന്റെ മൂക്കില്ല അല്ലേ, പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരയുടെ മൂക്കുണ്ട്. അതാണ് കോൺഗ്രസുകൾ വലിയ പരിഗണനയായി എടുക്കുന്നത്. ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നത് മൂക്കാണ്, നീണ്ട മൂക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറെല്ലാം പ്രത്യേകിച്ച് പറയുന്നതാണ് ഉരുക്കു വനിതയുടെ മൂക്ക്. ആ രീതിയിലേക്കുള്ള പ്രസ്താവനയുമായെല്ലാം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരുന്നതുണ്ട്. അതൊരു തുടക്കമാണ്. രാഹുൽ ഗാന്ധിയുടെ കാലം കഴിയുകയാണ്. 2029 കൂടി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു അവസരം കൂടെ കൊടുക്കും. അതിനു മുൻപാണ് പരമാവധി എങ്ങനെയെങ്കിലും ജാതീയപരമായും അതോടൊപ്പം തന്നെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി BJPയുടെ വോട്ട് ബാങ്ക് തകർക്കുക എന്നതാണ്. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ജാതി പാർട്ടികൾ വളരുന്നത്. ആ ജാതി പാർട്ടികളുടെ വളർച്ചയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജാതിക്ക് അതീതമായി ഒരു വളർച്ചയായിരുന്നു ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ BJPയിലേക്ക് ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് വ്യക്തമായ തെളിവാണ് BSPയുടെ തകർച്ച. BSPയുടെ തകർച്ചയും അതോടൊപ്പം തന്നെ ബീഹാറിലെ പല പാർട്ടികളും ജാതി രാഷ്ട്രീയം പറഞ്ഞിരുന്ന പാർട്ടികൾക്ക് വലിയ തിരിച്ചടി കിട്ടി. പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ജാതി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അദ്ദേഹം ഈ ശ്രമം നടത്തുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയായിരിക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നത്.